വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ ബാക്ക് പാക്കർ ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന വാക്കിംഗ് സ്ട്രീറ്റ് ആണിത്. ഇത് തദ്ദേശീയമായ ഭാഷയെ ബുയിവിൻ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇരുവശത്തും കടകളും ഡാൻസ് ബാറുകളും പബ്ബുകളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. വിയറ്റ്നാം സിറ്റിയിലെ നൈറ്റ് ലൈഫിൻ്റെ പ്രധാന ഇടമാണിത്. ഇഷ്ടംപോലെ പബ്ബുകളും ബാറുകളുമുണ്ട്. ഇവിടെ എല്ലാം ലഭ്യമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. സുന്ദരികളായ സ്ത്രീകൾ രണ്ടു വശത്തുമുള്ള കടകളിലൊക്കെ നിന്ന് നിങ്ങളെ മാടി വിളിക്കും. മാത്രമല്ല അനേകം ഫോട്ടോകളുമായിട്ടൊക്കെ പലരും നിങ്ങളെ സമീപിക്കും. പിന്നെ ബാറുകളും ഡാൻസ് ബാറുകളും എല്ലാം ഇഷ്ടം പോലെ. മിക്കവാറും എല്ലാ സാധനങ്ങളും ഇവിടെ വിലക്കുറവിന് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഹോട്ടൽ റൂമുകൾക്കൊക്കെ ഇവിടെ വളരെ റേറ്റ് കുറവാണ്. ഭക്ഷണ സാധനങ്ങൾ, സുവനീറുകൾ, എല്ലാ ഭക്ഷണ സാധനങ്ങളും മറ്റെല്ലാം വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ്. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. ധാരാളം വിദേശ വിനോദസഞ്ചാരികൾ രാത്രി ലൈഫ് ആസ്വദിക്കുന്നതിനായി ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ ദിനംതോറും എത്തുന്നു. ആയിരത്തി 1990 വരെയും ഇത് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു സാധാരണ തെരുവ് മാത്രമായിരുന്നു. പിന്നീടാണ് സർക്കാർ ഇവിടെ കുറേ റിനോവേഷൻ നടത്തുകയും വിദേശ നിക്ഷേപങ്ങളൊക്കെ ഇവിടേക്ക് ആകർഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് ആദ്യത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി, ഹോച്ചിമിൻ സിറ്റിയിലെ ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇത് മാറിയത്. പിന്നീടാണ് ഈ തെരുവൊക്കെ, അതിനുശേഷം ഏകദേശം 30 വർഷം മുമ്പാണ് ഈ തെരുവൊക്കെ പണി കഴിപ്പിച്ചത്. ലേസർ ലൈറ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും പ്രകടനവും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സംഗീതങ്ങളും നിങ്ങളെ ഒരു മാസ്മരിക ലോകത്തിലേക്ക് തന്നെ എത്തിക്കും. തായ്ലൻഡിലെ പട്ടായയിലാണ് ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരു വാക്കിംഗ് സ്ട്രീറ്റ് കണ്ടിട്ടുള്ളത്. അത് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഏരിയ കൂടുതലുണ്ട്. അവിടെ ഇതുപോലെ തന്നെ സജീവമായ നൈറ്റ് ലൈഫാണ് തായ്ലൻഡിലെ പട്ടായയിലുള്ള വാക്കിംഗ് സ്ട്രീറ്റ്.
മരിജുവാന പോലെയൊക്കെയുള്ള ലഹരി വസ്തുക്കൾ ഇവിടെ നിഷിദ്ധമാണെങ്കിലും ബാനാണെങ്കിലും അതൊക്കെ പരസ്യമായി ഉപയോഗിക്കുന്നവരെ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിലപിടിച്ച സാധനങ്ങൾ, പേഴ്സ്, മൊബൈല്, വാച്ച്, ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവതും താമസിക്കുന്ന ഹോട്ടലുകളിൽ അതൊക്കെ വെച്ചിട്ട് ഇവിടേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതത്വം. ഷാഡോ പോലീസൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതൊരു സത്യം തന്നെയാണ്. കോർണറുകളിലൊക്കെ ഡ്രഗ്സ് വിൽക്കുന്നവരെ കാണാൻ കഴിയും. കഴിവതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക. അവരൊക്കെ നൊട്ടോറിയസ് ക്രിമിനലുകളാകാനാണ് സാധ്യത. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഇവിടെ പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. സാധനം വാങ്ങുന്നതിന് മുമ്പ് വില പറഞ്ഞ് ഉറപ്പിക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മുതൽ 10 വരെയും മറ്റുള്ള ദിവസങ്ങളിൽ വെളുപ്പിന് 2 മണി വരെയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിന്റെ പ്രധാന പ്രവർത്തന സമയം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി. വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുന്നെങ്കിൽ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ബൈ.